ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഉമ്മീനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. എല്ലാവരും ഉമ്മീനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. പക്ഷേ അത് പഠനത്തിന് വേണ്ടിയിട്ടും എഴുതി വെക്കാനും ഒരു പ്രബന്ധം തയ്യാറാക്കാനും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഏതായി കഴിഞ്ഞാലും ഉമ്മി എന്നുള്ളത് വസ്ഫുൻ ഖസ്സല്ലാഹു തആല ബിഹി സയ്യിദന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂന സായിരിൽ അംബിയാഇ അലൈഹിം അഫ്ളലുസ് സ്വലാത്തി വത്തസ്ലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമാക്കിയ ഒരു വസ്ഫാണ് ഉമ്മി എന്നുള്ളത്. മറ്റ് അംബിയാക്കന്മാർക്ക് ആ സിഫത്തില്ല. ഇത് റസൂലുള്ളാഹിയുടെ ഹക്കിൽ മാത്രം സാബിത്തായതാണ്, മറ്റുള്ളവരുടെ ഹക്കിലില്ല. കാരണം എന്താ? അള്ളാഹു പറയുന്നു, അല്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മിയ എന്ന് സൂറത്ത് ആറാഫ് 157 ആയത്തിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു ഉമ്മിയത്ത് എന്നുള്ളത് അത് മദ്ഹാണോ അല്ല ഖദഹാണോ? നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്ഹാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്ഹിനെതിരായ ഖദുഹുമാണ്. മറ്റുള്ളവർക്ക് അതൊരു ഫദീലത്തല്ല, മദ്ഹുമല്ല. എന്നാൽ കാരണം പരിശുദ്ധമായ ഇസ്ലാം പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മിയത്ത് എന്ന് പറയുന്ന നിരക്ഷരതയെ ഇല്ലായ്മ ചെയ്യലാണ്. ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ആ ഇൽമ് ആലിമീങ്ങളും ഗൈറു ആലിമീങ്ങളും മുസാവിയാണോ? അല്ല എന്നാണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മി എന്ന് പറയാൻ കാരണം അത് ലാ യഖ്റഉ വലാ യക്തുബു എന്നാണ്. എഴുത്തും വായനയും ഇല്ലാത്തത് കൊണ്ട് ആണ് എന്നതാണ് ബിമാനൽ കലിമ. അക്ഷരാർത്ഥത്തിൽ ഉമ്മി എന്നുള്ളതിൻ്റെ മാന അതാണ്. എന്നാൽ ഉമ്മുൽ ഖുറ എന്ന് പറയുന്ന മക്കയുടെ പേരായ ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ മാതാവ് അല്ലേ, ആ ഉമ്മുൽ ഖുറയിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് ഉമ്മി എന്ന് പറയുന്നവരും ഇല്ലായികയല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് മദ്ഹിൻ്റെ സിഫത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വിശാലമായ ഒരു ചർച്ച വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ തയ്യാറാക്കിയ മാലൂമാത്തുകളെല്ലാം നിങ്ങൾ അവതരിപ്പിക്കുകയും എന്നിട്ട് നമുക്ക് അതിനെ വിലയിരുത്തിയിട്ട് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇന്ന് ഏതായാലും അത് വിശദമായി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് പകുതി കിട്ടതുകൊണ്ട് ചെറിയ ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടി അത് പറഞ്ഞു എന്ന് മാത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽ ഖദീമു ഹാദാ തസ്രീഹും ബിമാ ഉലിമ ഇൽതിസാമൻ ഇദിൽ വാജിബു ലാ യകൂനു ഇല്ലാ ഖദീമൻ അയ് ലബ്തിദാഅ ലിവുജൂദിഹി إذ لو كان حادثا مسبوقا بالعدم لكان وجوده من غيره ضرورة حتى وقع في كلام بعضهم إن الواجب والقديم مترادفان لكنه ليس بمستقيم للقطيب تغاير المفهومين وإنما الكلام في التساوي بحسب الصدق فإن بعضهم نص على أن القديم عام لصدقه على صفات الواجب بخلاف الواجب فإنه لا يصدق عليها والاستحالة في تعدد الصفات القديمة وإنما المستحيل تعدد الذوات القديمة. يعني الله تعالى ഖദീമാണ് എന്നതാണ് മറ്റൊരു സിഫത്ത്. ഹാദാ തസ്രീഹുൻ ബിമാ ഉലിമൽ ഇൽതിസാമ, പറഞ്ഞതിൽ നിന്ന് അറിയപ്പെട്ടതായ ഒന്നിനെ ഇൽത്തിസാമൻ അറിയപ്പെട്ടത്. അപ്പോൾ മൗദൂലഹുവായ മാനയല്ല, വാജിബ് എന്നുള്ളതിൽ നിന്ന് മഫ്ഹൂമായ ലാസിമായ ഒരു മാന, ആ മാനയെ വ്യക്തമാക്കി പറഞ്ഞതാ. ഇതിൽ വാജിബുലായ യകൂനു ഇല്ലാ ഖദീമൻ, കാരണം അള്ളാഹു വാജിബാണെന്ന് പറയുമ്പോൾ ആ വാജിബ് ഖദീമല്ലാതെ ആവൂല. അപ്പോൾ വാജിബ് എന്നുള്ളതിന് ഖദീമ് ലാസിമായത് കൊണ്ട് തന്നെ ലാസിമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനൊന്ന് വ്യക്തമാക്കി പറയാനാണ് ഖദീം എന്നുള്ളതിനെ പ്രത്യേകമായി പറഞ്ഞത് എന്ന്. അപ്പോൾ ഈ ലോകത്തിൻ്റെ മുഹദിസ് അത് ഹക്ക് കൊണ്ട് ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു ദാത്താൻ. അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. ഈ ആലമിൻ്റെ ഇഹദാസിൽ, സൃഷ്ടിപ്പിൽ മറ്റുള്ളവർക്ക് ആർക്കും പങ്കില്ല. അൽ ഖദീം, അവൻ ഖദീമുമാണ്. കാരണം അവൻ അഥവാ ഖദീമല്ല മുഹദസ് ആണെങ്കിൽ ഒരു മുഹദിസിലേക്ക് അനിവാര്യമായി വരും. അത് തെളിവൊന്നും വേണ്ട. മുഹദസായ വസ്തുവിന് മുഹദിസ് വേണമെന്നുള്ളതിന് തെളിവൊന്നും വേണ്ട. അതാണ് ലറൂറത്തൻ എന്ന് പറഞ്ഞത്.
അതാ ഇതിൽ വാജിബു ലായക്കൂനു ഇല്ലാ ഖദീമൻ ഐ ലബ്തിദാ ലി വുജൂദിഹി. എന്താ ഖദീമിൻ്റെ മാന? അനാദ്യൻ അല്ലേ, അനാദ്യൻ, ആദ്യമില്ലാത്തവൻ. അവൻ്റെ വുജൂദിന്, ഉണ്മയ്ക്ക് ഒരു സ്റ്റാർട്ടിങ്, തുടക്കമില്ല. ഇത് ലൗക്കാന ഹാദിസൻ, കാരണം അവൻ ഹാദിസാണെങ്കിൽ, മസ്ബൂഖൻ ബിൽ അദം, അഥവാ അദബ് കൊണ്ട് മസ്ബൂഖാണെങ്കിൽ, ലക്കാന വുജൂദുഹു, അള്ളാഹുവിൻ്റെ ആ വാജിബ് തആലയുടെ വുജൂദാകുമായിരുന്നു, മിൻ ഗൈരി, അവനല്ലാത്തവനിൽ നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. അപ്പോൾ ഒരാൾ എന്താണ് ലിദാത്തിഹി വാജിബല്ലെങ്കിൽ അവൻ മറ്റുള്ളവനിൽ നിന്നും ഉണ്ടായതായിരിക്കും. ലറൂറത്തൻ ഹത്ത വഖഫി കലാമി ബഅദിഹിം, ചില ആളുകളുടെ കലാമിൽ തന്നെ വന്നു, ഇന്നൽ വാജിബ വൽ ഖദീമ മുത്തറാദിഫാനി, വാജിബും ഖദീമും അത് പര്യായ പദങ്ങളാണ്, തുല്യാർത്ഥങ്ങൾ ഉള്ള പദങ്ങളാണ് എന്ന്. അപ്പോൾ എന്താണ്, അങ്ങനെ മുത്തറാദിഫാണെന്ന് പറയുമ്പോൾ വാജിബും ഖദീമും, വാജിബ് എന്നുള്ളതിൻ്റെ മാന തന്നെയാണ് ഖദീം, ഖദീമിൻ്റെ മാന തന്നെയാണ് വാജിബ്. അപ്പോൾ സ്വരീഹാവും, ഇൽത്തിസാമൻ അറിയപ്പെട്ടതല്ല. ലാക്കിന്നഹു ലൈസ ബി മുസ്തഖീം, എങ്കിലും അത് രണ്ടും മുത്തറാദിഫാണെന്ന് പറയുന്ന ആ അഭിപ്രായം, ആ കലാമ് ലൈസ ബി മുസ്തഖീമിൻ, ശരിയല്ല. ലൈസ ബി മുസ്തഖീമിൻ, ശരിയല്ല. എന്താ ശരിയല്ല എന്ന് പറയാൻ കാരണം? ലിൽ ഖത്ഇ, ഖണ്ഡിതമാണ്, ബി തഗായുരി, വ്യത്യസ്തമാണെന്ന്, അൽ മഫ്ഹൂമൈനി, വാജിബിൻ്റെയും ഖദീമിൻ്റെയും മഫ്ഹൂം, അർത്ഥം വ്യത്യാസ. കാരണം ഖദീം എന്ന് പറഞ്ഞാൽ ലാ അവ്വല ലഹു എന്നാണ്. വാജിബ് എന്ന് പറഞ്ഞാലോ, വാജിബ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്ക് ആവശ്യമില്ലാത്തവൻ. വാജിബിന് നമ്മൾ മായനകൾ ഗണ്ഡിതമായ വിഷയമാണ്. അപ്പോൾ ഈ ദാത്തിഹി, ദാത്തിന് വേണ്ടി അഥവാ ഗൈറിന് വേണ്ടിയല്ല, ഗൈറിൽ നിന്നുമല്ല എന്നാണല്ലോ അതിൻ്റെ മായന. വൈന്നമൽ കലാമു, നമ്മളുടെ സംസാരം ഫി തസാവി ബി ഹസബി സിദ്ഖി, സാദിക്കാകുന്ന വശത്തിലൂടെയുള്ള തസാവിയിലാണ് നമ്മളുടെ ചർച്ച എന്ന് പറഞ്ഞാൽ, വാജിബ് എന്ന് പറഞ്ഞാൽ ഏതൊന്നിൻ്റെ മേലിലാണോ സാദിഖാകുന്നത് പറയാൻ പറ്റുന്നത്, അതിൻ്റെ മേലിൽ തന്നെയാണ് ഖദീമിനെയും പറയാൻ പറ്റുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും മിസ്താഖ്, അഫ്രാദുകൾ ഒന്നാണ്, ഫർദ് ഒന്നാണ്. രണ്ട് പോയി സാദിഖാകുന്ന ആ ഒരു ദാത്ത്, അത് രണ്ടും ഒന്നാണ് എന്നാണ് പറഞ്ഞത്. ഫൈന ബഅദഹും നസ്സ, കാരണം ചിലർ വ്യക്തമാക്കിയിട്ടുണ്ട്, അല അന്നൽ ഖദീം അഅം, ഖദീം അഅം ആണ്. അതേ സ്ഥാനത്തോ വാജിബുൽ വുജൂദ് അഖസ്സു ആണ്. ലിസിദ്ഖി അലാ സിഫാത്തിൽ വാജിബി, കാരണം ഖദീം എന്നുള്ളത് വാജിബായ അള്ളാഹുവിൻ്റെ സകല സിഫത്തിനിക്കും സാദിഖാകുന്ന പറയാൻ പറ്റുന്ന ഒരു ലഫ്ളാണ് ഖദീം എന്നുള്ളത്. വാജിബുൽ വുജൂദോ അദാത്തിന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഖദീമായാലും ഖബീറായാലും അലീമായാലും അതുപോലെ മുഹ്യി മുമീത്ത് എന്ന് പറയുന്ന എല്ലാ സിഫത്തുകളും എന്ത് തന്നെയാണ്? ഖദീമാണ്. അപ്പോൾ ഖദീമ അമ്മ ബി ഖിലാഫിൽ വാജിബി, വാജിബിനെതിരുകൊണ്ട് ഫൈനൗലാ യസ്തുഖു അലൈഹ, കാരണം ആ വാജിബ് എന്നുള്ള സിഫത്ത് ആ സിഫാത്തുൽ വാജിബിൻ്റെ മേൽ സാദിഖാവുകയില്ല. വലസ്തിഹാലത്ത ഫി തഅദ്ദുദി അസിഫാത്തിൽ ഖദീമ. അപ്പോൾ ഒരു ചോദ്യം, ഈ ഖദീമായ സിഫത്ത്, എല്ലാ സിഫത്തുകൾക്കും ഖദീം എന്ന് പറയുമ്പോൾ, അപ്പോൾ ആലിം, ബസീർ, ഖബീർ, മുഹി, മുമീത്ത്, മുരീദ്, ഷായി, ഈ പറയുന്നതെല്ലാം ഖദീമാണെന്ന് പറയുമ്പോൾ ഒരു ഖദീമല്ലല്ലോ, ഖുദമാ വന്നില്ലേ, പല ഖദീമുകളും വന്നില്ലേ? അപ്പോൾ അത് തൗഹീദിന് എതിരല്ലേ? അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് വിരുദ്ധ മുഖാലിഫാവുകയില്ലേ എന്ന് ഒരു ചോദ്യം. അതാ പറയുന്നത്, അതിന് കുഴപ്പമില്ല. വലസ്തിഹാലത്ത, മുഹാലില്ല ഇല്ല, ഫി തഅദ്ദുദി സിഫാത്തി അൽ ഖദീമ, ഖദീമായ സിഫത്തുകളുടെ ബഹുത്വത്തിൽ, അത് പലതുമാകുന്നതിൽ എന്തില്ല? മുഹാലില്ല. ഇന്നമൽ മുസ്തഹീൽ, മുഹാൽ എന്തിലാ ഉള്ളത്? തഅദ്ദുദു ദവാത്തിൽ ഖദീമ, അനാദ്യമായ കുറേ ദാത്തുകൾ ഉണ്ടാകുന്നതിനെ മുഹാലുള്ളൂ. ആ ദാത്തിന് ഖദീമായ അനാദ്യമായ ഒരുപാട് സിഫത്തുകൾ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ സിഫത്തും ദാത്തും തമ്മിൽ കൂടുമ്പോൾ തഅദ്ദുദ് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. മറിച്ച് ദവാത്തുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ മുഹാല് വരുന്നുള്ളൂ എന്ന്. കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹുവിന് സിഫത്തുകളില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ആളുകൾ, നിഷേധികളുണ്ട്. അവർ പറയുന്ന കാരണവും എന്തുതന്നെയാണ്? മുഅ്തസിലത്തൊക്കെ പറയുന്ന കാരണം അത് തഅദ്ദുദുൽ ഖുദമാ വരുന്നുണ്ട്, അതുകൊണ്ട് സിഫത്തുകളൊന്നും അങ്ങനെ ഇല്ല. അള്ളാഹുവിൻ്റെ ദാത്ത് തന്നെയാണ് അള്ളാഹിൻ്റെ സിഫത്ത്, അല്ലാതെ വേറെ ഖാരിജായ ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. വഫി കലാമി ബഅദിൽ മുതഅഖിരീന, ചില പിൽക്കാല പണ്ഡിതന്മാരുടെ കലാം. ആരാ ചില പണ്ഡിതന്മാർ? കൽ ഇമാം ഹുമൈദുദ്ദീൻ അദ്ദരീർ, ഹുമൈദുദ്ദീനു അദ്ദരീരിയുടെ വാക്ക് പോലെ അവർ അതാ ഹുമൈദുദ്ദീൻ അദ്ദരീർ. ദരീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലഫ്ളർത്ഥം അന്ധൻ എന്നാണ്, കണ്ണ് കാണാത്ത ആൾ എന്നാണ് ദരീർ. റഹിമഹുല്ലാഹ് വമൻ തബിഅഹു, അവരുടെ താബിഈങ്ങളുടെ കലാമിലും ഉണ്ട്.
തസ്രീഹുൻ വ്യക്തമാക്കൽ ബിഅന്ന വാജിബൽ വുജൂദിലി ദാത്തിഹി വാജിബുൽ വുജൂദായവൻ ഹുവല്ലാഹു തആല വ സിഫാത്തുഹു, അത് അള്ളാഹുവും അവൻ്റെ സിഫത്തുകളുമാണെന്ന് വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാജിബും ഖദീമും എന്താണ്? അപ്പറഞ്ഞ സ്ഥിതിക്ക് മുത്തറാദിഫാനിയാണ്. വസ്തദല്ലു, അവർ തെളിവ് പിടിച്ചു അല അന്ന കുല്ലമാഹുവ ഖദീമുൻ, ഖദീമായതെല്ലാം ഫഹുവ വാജിബുൽ ലിദാത്തിഹി, അത് ദാത്തിഹി വാജിബാണ്. അപ്പോൾ എന്താ? അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഗൈറിലേക്ക് ആവശ്യമാകുന്നില്ല. ബി അന്നഹു, ആ ഖദീമിൽ ഉലം യകുൻ വാജിബൽ ലിദാത്തിഹി അല്ലെങ്കിൽ ലക്കാന ജായിസൽ അദ്മി ഫീ നഫ്സിഹി, അതിൻ്റെ ഫീ നഫ്സിഹി നോക്കിക്കഴിഞ്ഞാൽ അദ്മി ജായിസായതാവും, ഉണ്ടാകാതിരിക്കാം എന്നുള്ളത് വരും. വാജിബുൽ ലിദാത്തിഹി അല്ലെങ്കിൽ എന്താ വരിക? അത് ഇല്ലാതിരിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് വരിക. ലക്കാന ജായിസൽ അദ്മി ഫീ നഫ്സി ഫയഹ്താജു ഇലാ വുജൂദിഹി ഇലാ മുഖസ്സിസിൻ. അപ്പോൾ അത് ഉണ്ടാകണമെങ്കിൽ ഒരു മുഖസ്സിസ്, ഒരു മുഹദ്ദിസ് വേണം. ഫയക്കൂന് മുഹദ്ദസൻ, അപ്പോൾ അത് മുഹദ്ദസുമാകും. ഇത് ലാ നഅനി ബിൽ മുഹദ്ദസി, കാരണം മുഹദ്ദസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇല്ലാമ ഒന്നല്ലാതെ യതഅല്ലഖു വുജൂദു, ആ ഒന്നിൻ്റെ ഉണ്ടാകൽ ബന്ധിക്കും ബി ഈജാദി ഷൈഇൻ ആഖറ, മറ്റൊന്നിൻ്റെ ഉണ്ടാക്കലിനോട്. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ഹാദിസ് ആണെങ്കിൽ അതിനൊരു മുഹദ്ദിസ് വേണം. മുഹദ്ദിസ് ആകുമ്പോൾ അത് ഹാദിസും മുഹദ്ദസുമാകും. മുഹദ്ദസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വുജൂദ് മറ്റൊന്നിൻ്റെ ഈജാദിനോട് ബന്ധപ്പെട്ടതാണ് എന്നുമാണ്. അപ്പോൾ അങ്ങനെ ആകാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ ഔസാഫുകളും സിഫാത്തുകളും അത് ഖദീമ തന്നെ ആവണം. അത് അള്ളാഹു ഖദീമ തന്നെയാണ്, ഹാദിസ് ആകാൻ വേണ്ടി പറ്റൂല. സുമ്മ എത്തറതു, പിന്നെ അവർ ചോദ്യം ചെയ്തു, എത്തിറാദ് ചെയ്തു. എന്താണ് എത്തിറാദ്? ബി അന്ന സിഫാത്തി, സിഫത്തുകൾ ലൗകാനത്ത് വാജിബത്തല്ലി ദാത്തിഹ, അതിൽ ഈ ദാത്തിഹ വാജിബത്താണെങ്കിൽ ലക്കാനത്ത് ബാക്കിയൻ തൻ, അത് ബാക്കിയാവൂലേ, അതെന്നും ബാക്കിയായിരിക്കണം, അത് നശിക്കൂല എന്ന്. വൽ ബഖാ മാനൻ, ബഖാ എന്താണ്? ശേഷിപ്പ്, അതൊരു മാനയാണ്. ബാക്കിയാകുക എന്നുള്ളതൊരു മാനയാണ്. അപ്പോൾ എൽസമു ഖിയാമുൽ മാന ബിൽ മാന, അപ്പോൾ മാന മറ്റൊരു മാനയിൽ നിൽക്കൽ ലാസിമാണ്. മാന മറ്റൊരു മാനയിൽ നിലനിൽക്കൽ ലാസിമായി വരുമല്ലോ. അപ്പോൾ എന്താണ്? അറളിൽ നിലനിൽക്കുക എന്നുള്ളതിന്, കാരണം സിഫത്ത് അറളാണ്, സിഫത്ത് ബാക്കിയാകുക എന്നുള്ളത് മറ്റൊരു അറളാണ്. അപ്പോൾ ഈ അറളാകുന്ന ബഖാ, സിഫത്താകുന്ന അറളിൽ ബാക്കിയാകുക എന്ന് പറയുമ്പോൾ അറളിൽ നിൽക്കൽ വരൂലേ? വാജാബ് അതിന് മറുപടി അന്ന കുല്ല സിഫത്തിൻ ഫഹിയ ബാക്കിയത്തുൻ, കാരണം ഏതൊരു സിഫത്തും അത് ശേഷിക്കുന്നത് ബി ബക്കായിൻ, ഒരു ശേഷിപ്പ് കൊണ്ടാണ്. ഹുവ, ആ ശേഷിപ്പ് തന്നെയാണ് നഫ്സു തിൽക സിഫ, ആ സിഫത്ത് തന്നെയാണ് അതിൻ്റെ ശേഷിപ്പും, അല്ലാതെ സിഫത്ത് വേറെ ബക്കാവ് വേറെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും വേറെ ഇല്ല. അപ്പോൾ അറളിൽ നിലനിൽക്കുക എന്നുള്ള ആ ഒരു ഒരു വിഷയം വരുന്നില്ല, അവ്യക്തത വരുന്നില്ല. വഹാദൽ കലാമു, എന്നിട്ട് അവിടെ തന്നെ പറയാം, ഈ പറഞ്ഞ കലാമുണ്ടല്ലോ, ഏത്? ഹമീദുദ്ദീൻ അല്ലെങ്കിൽ ഹുമൈദുദ്ദീൻ അൽ-ലരീരിയുടെ ഈ വാക്ക് ഏതാ? വാജിബുൽ വുജൂദുൽ ലിദാത്തിഹി, അത് അള്ളാഹു അവൻ്റെ സിഫത്താണെന്നാണ്. എന്നിട്ട് തെളിവ് പിടിച്ചത് എന്താ? ഏതൊരു ഖദീമും അത് വാജിബുൽ ലിദാത്തിഹി ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ തുടർന്ന് വന്ന ആ ചർച്ച ഫി ഗായത്തി സുഉബ, അങ്ങേയറ്റം പ്രയാസകരമായ ഒരു ചർച്ചയാണിത്. ഫൈനൽ ഖൗല ബി തഅദ്ദുദിൽ വാജിബി, കാരണം വാജിബിൻ്റെ ബഹുത്വം കൊണ്ടുള്ള അഭിപ്രായം ലിദാത്തി മുനാഫിൽ ലി തൗഹീദി, തൗഹീദിന് എതിരാണ്. വൽ ഖൗലു ബി ഇംകാനി സിഫാത്തി, എന്നാൽ സിഫത്തുകൾ മുംകിനാകുക എന്നുള്ള ആ ഖൗല് യുനാഫി ഖൗലഹും, അവരുടെ ഖൗലിനോടും എതിരാകുന്നുണ്ട്. ബി അന്ന കുല്ല മുംകിനിൻ ഫഹുവ ഹാദിസുൻ, ഏത് മുംകിനും അത് ഹാദിസായിരിക്കും. അപ്പോൾ എന്താണ്? സിഫാത്തുകൾ വാജിബല്ലെങ്കിൽ മുംകിനാണ് ആകേണ്ടത്, മുംകിനാണെങ്കിൽ അത് ഹാദിസുമായിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഹാദിസാണെന്ന് പറയേണ്ടി വരും. ഫൈൻ സാമു, ഇനി അവർ വാദിച്ചാൽ അന്നഹ ഖദീമത്ത്, ആയിക്കോട്ടെ, അന്നഹ ഖദീമത്തും ബി സമാനി, സമാന് കൊണ്ട് ഖദീമാണ്, ഖാലിക്ക് വേണം എന്നുള്ള രീതിയിൽ അത് ഹാദിസ് ആണെങ്കിലും സമന് കൊണ്ട് ഖദീമാണ് എന്നവർ പറയും. ബിമാന അദമിൽ മസ്ബൂക്കിയത്ത് ബിൽ ആദമി, അദമ മുൻകടന്നിട്ടില്ല എന്ന അർത്ഥത്തിന്. വഹാദാ ലാ യുനാഫി അൽ ഹുദൂസ ദാത്തിയ, ഇത് ദാത്തിയായ ഹുദൂസിന് എതിരല്ല. സമനിയായിരിക്കുന്ന ഖദീമായതുകൊണ്ട് ദാത്തിയായ ഹാദിസാണ് എന്നുള്ളതിനെതിരല്ല. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സമന് നോക്കിക്കഴിഞ്ഞാൽ അത് ഖദീമാണെന്നും, എന്നാൽ അതിൻ്റെ മാഹിയത്ത് വുജൂദിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റൊന്നിലേക്ക് ആവശ്യമാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് പരസ്പര വൈരുദ്ധ്യമില്ല എന്നാണ് പറയുന്നത്. ബിമാന അൽ ഇഹ്തിയാജി ഇലാ ദാത്തിൽ വാജിബി, വാജിബായ അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് അത് ആവശ്യമാകുന്നുണ്ട് എന്നുള്ള മാനാക്ക്, അതാണ് ഹുദൂസു ദാത്തി. ഫഹുവ ഖൗലുൻ ബിമാ ദഹബത്തി ഇലൈഹിൽ ഫലാസിഫ,
അത് തത്വജ്ഞാനികൾ പോയതായ അതേ അഭിപ്രായം തന്നെയാണത്. മിനിങ്കിസാമി കുല്ലി മിനൽ ഖിദമ വൽ ഹുദൂസ് ഇല ദാത്തി വ സമാനിയ്യി. ഈ ഖിദമു ഹുദൂസിൽ നിന്നുള്ള ഓരോന്നും അഥവാ പഴയതാകുക പുതിയതാവുക എന്നുള്ളത് ദാത്തിയുണ്ട് സമനിയുണ്ട്. അപ്പോൾ ദാത്തിയായ ഖിദമ് ദാത്തിയായ ഹാദിസ്, സമനിയായ ഖദീമ് സമനിയായ ഹാദിസ്, ഇങ്ങനെ രണ്ട് വിധത്തിലുണ്ട് എന്നുള്ള ഫലാസിഫത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് ചാഞ്ഞുകൊണ്ടാണ് ഹുമൈദുദ്ദീനുൽ ലരീരിയുടെ അഭിപ്രായം എന്ന്. ഒഫീഹി, എന്നാൽ ഈ ഫലാസിഫത്തിൻ്റെ അഭിപ്രായത്തിലുണ്ട് റഫ്ദുലി കസീരി മിനൽ ഖവായിദി, ഒരുപാട് ഖായിദകളെ തള്ളിക്കളയലുണ്ട്. വസയത്തിലി ഹാദ സിയാദത്തു തഹ്ഖീഖ്, ഇതിന് വിശാലമായ ചർച്ച പിന്നീട് വരുന്നുണ്ട്, തഹ്ഖീഖ് വരുന്നുണ്ട് എന്ന്. അപ്പോൾ പിന്നെ അൽ ഹയ്യു അൽ ഖാദിറു അൽ അലീമു അസ് സമീഉ അൽ ബസീറു, ഇതിനെല്ലാം ഈ സിഫാത്തുകൾക്കെല്ലാം വലിയ വലിയ മാനകളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സമീ ആണ്, അള്ളാഹു ബഷീറാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഒരു അണുമണി തൂക്കം സാധനം അത് ഭൂമിക്ക് മുകളിലോ താഴെയോ എന്നൊന്നും കണക്കൊന്നുമില്ല, അത് അള്ളാഹു കാണാതിരിക്കുകയില്ല എന്നാണ്. പിന്നെ അള്ളാഹുവിന് എന്നാൽ കൺതടങ്ങൾ വേണോ, കൺപോളകൾ വേണോ, കണ്ണ് എന്ന് പറയുന്ന അവയവങ്ങൾ വേണോ കാണാനും കേൾക്കാനും? വേണ്ട. അപ്പോൾ എന്താ ഇസ്നഇൽ ഫുൽക ബി അഅ്യുനിന, ഞങ്ങളുടെ മേൽനോട്ടത്തിൽ കപ്പൽ പണിയുക എന്ന് നൂഹ് നബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അഅ്യുനി എന്ന് അള്ളാഹു പ്രയോഗിച്ചല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന് കണ്ണുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അത് തജ്സീമിൻ്റെ വാദമാണ്. തജ്സീമിൻ്റെ വാദം കുഫ്രിയത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ എന്താണ്, അള്ളാഹുവിൻ്റെ ദാത്തിൽ കാണപ്പെടുന്ന മുബസ്വറാത്തായ വസ്തുക്കളുടെ ആ ഫോട്ടോ അത് പതിയണം എന്നില്ല. നമ്മളുടെ റെറ്റീനയിൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ കണ്ണിലുകൾക്ക് റെറ്റീന ഉണ്ട്. ആ റെറ്റീനയിൽ വസ്തുക്കളുടെ ചിത്രങ്ങൾ പതിയുമ്പോഴാണ് അത് പിന്നെ നമ്മളുടെ വസ്തുക്കളെ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ആ രീതിയിലുള്ള പിന്നെ ശാരീരികമായ കാഴ്ച, ആ കാഴ്ചയൊന്നും അള്ളാഹുവിന് ഇല്ല. അവൻ കാണുന്നുണ്ട്, എങ്ങനെയാ കാണുന്നത്, അതിൻ്റെ കൈഫിയത്ത് അറിയില്ല. അവൻ കേൾക്കുന്നു, ലാൻ ആരിഫ് കൈഫിയത്തഹു, അവൻ അറിയുന്നു, അതൊന്നും നമുക്കറിയില്ല, അതിൻ്റെ കൈഫിയത്തൊന്നും നമുക്കറിയില്ല എന്ന് വേണം വെക്കാൻ. അള്ളാഹു തആല പിന്നെ മനുഷ്യൻ്റെ കണ്ണുകൾ, ഹിസ്സിയായ ആ ദർശനം അത് വളരെ പരിമിതമാണ്. കാരണം ഉള്ളിലുള്ളതിനെ അതിന് കാണാൻ കഴിയില്ല. ചെറിയൊരു മറ നമ്മളുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ളത് കാണാനും കഴിയില്ല. അതുപോലെ മനസ്സിൻ്റെ മന്ത്രങ്ങളെയോ മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങളെയോ നമുക്ക് കേൾക്കാനോ അറിയാനോ കഴിയുകയില്ല. എന്നാൽ അപ്പോൾ ഹവാജിസോ ഹവാത്തിറോ, മനസ്സിൻ്റെ മന്ത്രങ്ങളോ മനസ്സിലുണ്ടാകുന്നതോ മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല. ആത്മാവിനെ കാണാൻ കഴിയുന്നില്ല, മനസ്സുകളെ കാണാൻ കഴിയുന്നില്ല. ഇതൊന്നും മനുഷ്യൻ്റെ കണ്ണുകൾക്ക് അപര്യാപ്തമാണ്. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് അതീതമായ വിഷയങ്ങളാണ് അതൊക്കെ. എന്നാൽ അള്ളാഹുവിൻ്റെ അള്ളാഹു ബഷീറാണെന്ന് പറഞ്ഞതിൽ എല്ലാം അവൻ കാണുന്നുണ്ട് എന്നാണ്. അതുപോലെ അള്ളാഹു തആല ഷായിയാണ്, അൽ മുരീദ് മുരീദുമാണ്. അള്ളാഹു ഷായിയുമാണ് മുരീദുമാണ്. ഷായി എന്ന് പറഞ്ഞാൽ ഷാ യഷാഉവിൻ്റെ ഇസ്മു ഫായിലാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നവൻ, മുരീദ് എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നവൻ. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? അത് രണ്ടും ഒന്നാണെന്ന് പറയുന്നവരുണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ലിഅന്ന ബദീഹത്തല്ല ഖലീ, കാരണം പ്രഥമമായ ബുദ്ധി തന്നെ ജാസിമത്തുൻ ഉറപ്പിക്കുന്നുണ്ട്. ബിഅന്ന മുഹദിസൽ ആലമി, ലോകത്തിൻ്റെ സൃഷ്ടാവ്, അലാഹാദൻ നമത്തിൽ ബദീഇ, വിചിത്രമായ ഈ രൂപത്തിൽ ലോകത്തെ സൃഷ്ടിച്ചവനായ അള്ളാഹു. ലിഅന്ന ബദാഹത്തൽ അഖ്ലി, പ്രഥമമായ ബുദ്ധി ജാസിമത്തുൻ ഉറപ്പിക്കുന്നുണ്ട്. ബിഅന്ന മുഹദിസൽ ആലമി അലാഹാദൻ നമത്തിൽ ബദീഇ, ഈ വിചിത്രമായ രീതിയിൽ, നമത്ത് എന്ന് പറഞ്ഞാൽ രീതി, ബദീ എന്ന് പറഞ്ഞാൽ വിചിത്രം, ഈ വിചിത്രമായ രീതിയിൽ ലോകത്തെ പടച്ചവനാകുന്നത്. വന്നിലാമിൽ മുഹ്കമി, സുഭദ്രമായ വ്യവസ്ഥയിലും ഭദ്രമായ വ്യവസ്ഥയിലും പടച്ചവൻ. യസ്തമിലു അലൈഹി മിനൽ അഫ്ആലിൽ മുത്ഖന, വളരെ ഭദ്രമായ പ്രവർത്തനങ്ങളാൽ ഇവകളെല്ലാം ഉൾക്കൊള്ളുന്നതായ ഒന്നിനോടുകൂടെ. വന്നുഖൂഷിൽ മുസ്തഹ്സന, വളരെ ഭംഗിയായി കണക്കാക്കപ്പെടുന്നതായ രീതിയിലും രൂപത്തിലും ചിത്രത്തിലും. ലാ യകൂനു, അവനാകാൻ വേണ്ടി പറ്റൂല. ബിദൂനി ഹാദി സിഫാത്തി, ഈ സിഫത്തുകൾ കൊണ്ട്, ഈ സിഫത്തുകളെ കൂടാതെ ആകാൻ വേണ്ടി പറ്റൂല. അപ്പം എന്താണ് അള്ളാഹു തആല ഹയ്യ് ഖാദിർ അലീം സമീ ബസീർ ഷായി മുരീദാണ് എന്നുള്ളതിൻ്റെ തെളിവ് പിന്നെ എന്താണ്? കാരണം ഇങ്ങനെയല്ലാതെ അങ്ങനത്തെ ഒരാളാകാൻ പറ്റൂല എന്നാണ്. മാത്രവുമല്ല, എന്തിനു പുറമെ അന്ന അൽദാദഹ,
ഈ പറയപ്പെട്ട ഔസാഫുകളുടെ ലിദ്ദുകളാകുന്നത്, ഈ പറയപ്പെട്ട ഔസാഫുകളുടെ ലിദ്ദുകൾ നഖായിസു, അത് വീഴ്ചകളാണ്, പോരായ്മകളാണ്. യജിബു തൻസീഹുല്ലാഹി തആല അന, അള്ളാഹുവിനെ അതിനെ തൊട്ട് പിന്നെ വിശുദ്ധമാക്കൽ അനിവാര്യമാണ്. പിന്നെ മുത്ഖന എന്ന് പറഞ്ഞാൽ ഭദ്രമായ, നുഖൂഷ് ചിത്രങ്ങൾ, മുസ്തഹ്സന നല്ലതായി കണക്കാക്കപ്പെടുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ ആ ലഫ്ദ് അർത്ഥം. വായുധൻ വീണ്ടും ഖദ് വറദ ശർഉ ബിഹാ, ശർഅ് അതുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം അല്ലാഹു തആലാന്റെ ഖദീമായ കലാമിൽ അല്ലാഹു തആല എന്ത് പറഞ്ഞിട്ടുണ്ട്? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അതുപോലെ അൻസലഹു ബി ഇൽമിഹി ദുൽ ഖുവ്വത്തിൽ മതീൻ എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അല്ലാഹു തആല ഈ സിഫത്തുകളെല്ലാം ഉള്ളവനാണെന്ന് മനസ്സിലാക്കാം. വബഅദുഹാ, ആ സിഫത്തുകളിൽ നിന്ന് ചിലത് മിമ്മ ഒന്നിൽപ്പെട്ടതാണ്. ലാ യതവഖഫു സുബൂത്ത് ശർഇ അലൈഹ, ശർഅ് അതിൻ്റെ മേൽ, ശർഇൻ്റെ സുബൂത്ത് അതിൻ്റെ മേൽ ആശ്രയിക്കുകയില്ല. അപ്പോൾ വയസിയു തമസ്സുക് ബി ശർഇ ഫീഹാ, ആ സിഫത്തുകളിൽ ശർഇ ചെയ്യലുകൊണ്ട്, ആ സിഫത്തുകളിൽ പിന്നെ എന്താ ശർഇ ചെയ്യലുകൊണ്ട് തമസ്സുക്ക് ചെയ്യൽ പറ്റുന്നതാണ് നമുക്ക്. വബഅദുഹ, അവകളിൽ നിന്ന് ചിലത്. അപ്പോൾ എന്താ പറഞ്ഞേ? ലാ യതവഖഫു സുബൂത്ത് ശർഇ ഫയസിഹു തമസ്സുക് ബി ശർഇ ഫീഹാ കതൗഹീദ്, അതുപോലെ തൗഹീദ് പോലെ, തൗഹീദ് ബിഖിലാഫി വുജൂദി സാനിഇ, സാനിഇൻ്റെ വുജൂദിന് എതിരുകൊണ്ട്, വ കലാമിഹി അവൻ്റെ കലാമിനും എതിരുകൊണ്ട്, വനഹവി ദാലിക മിമ്മാ യതവഖഫു സുബൂത്ത് ശർഇ അലൈഹി, ശർഇ സാബിത്താകണമെങ്കിൽ അതിൻ്റെ മേൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ സാനി ഉണ്ട് എന്ന് വരണം, സാനിൻ്റെ കലാമുണ്ട് എന്ന് വരണം, അപ്പോഴാണല്ലോ ശർഇ ഉണ്ട് എന്ന് വരികയുള്ളൂ. ശർഇൻ്റെ സുബൂത്ത് തന്നെ വുജൂദു സാനിഇൻ്റെ മേലിലും കലാമു സാനിഇൻ്റെ മേലും ആശ്രയിക്കുന്നതാണ് എന്ന്. ലൈസ ബി അറദിൻ, അല്ലാഹു തആല അറദല്ല, ഒരു ഗുണമല്ല, ഒരു സിഫത്തല്ല. ലിഅന്നഹു ലാ യഖൂമു ബിദാതിഹി, കാരണം അറദ് എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കാത്തതാണ്. മറിച്ച് ബൽ യഫ്തഖിറു ഇലാ മഹല്ലി യുഖവ്വിമുഹു, ആ അറദിനെ ഖിവാമ നൽകുന്ന, നിലനിൽപ്പ് നൽകുന്ന ഒരു മഹല്ലിലേക്ക് ആവശ്യമാകുന്നതാണ്. അപ്പോൾ ഫയകൂനു മുംകിന, അവൻ അറദാണെങ്കിൽ, അത്തരത്തിലുള്ള അറദാണെങ്കിൽ ഫയകൂനു മുംകിനൻ, അല്ലാഹു തആല മുംകിനാണെന്ന് പറയേണ്ടി വരും. വലി അന്നഹു യംതനിഉ ബഖാഉഹു, മാത്രമല്ല അറദാണെങ്കിൽ ആ അറദിൻ്റെ നിലനിൽപ്പ് മുംതനിയാണ്, അറദ് നിലനിൽക്കാൻ പറ്റൂല. വൈല നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലകാനൽ ബഖാഉ, ബഖാ എന്ന് പറയുന്ന നിലനിൽപ്പ് മാനൻ ഖായിമൻ ബിഹി, ആ അറദിൽ നിലനിൽക്കുന്ന ഒരു മാനയാകും. ഫയൽസമു ഖിയാമുൽ മാന ബിൽ മാന, മാനയിൽ നിൽക്കുക എന്നുള്ളത് വരും. വഹുവ മുഹാലുൻ, അത് മുഹാലാണ്. കാരണം അന്ന ഖിയാമൽ അർളി ബിശൈഇ മാനാഹു, ഒരു അറദ് ഒരു ഷെയ്യിൽ നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അന്ന തഹയ്യുദഹു, ആ അറദിൻ്റെ മക്കാനിനെ പിടിക്കൽ താബിഉലി തഹയ്യുദിഹി, ആ ഷൈഇൻ്റെ തഹയ്യുദിനോട് തുടർന്നിട്ട് വരുന്നതാണ്. വൽ അറദുലാ തഹയ്യുദ് ലഹു ബിദാത്തിഹി, എന്നാൽ അറദാണെങ്കിൽ ബിദാത്തിഹി അതിനൊരു തഹയ്യുദില്ല. അതാ യതഹയ്യദ് ഗൈറുഹു ബിതബഇയ്യതിഹി, വേറൊരു അറദ് ഇതിനോട് താബിയായി കൊണ്ട് ഹയ്യിദിനെ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ അറദിൽ നിലനിൽക്കുമെന്ന് പറയുമ്പോൾ, അറദിൽ നിലനിൽക്കുമെന്ന് പറയുമ്പോൾ എന്താണ് പ്രശ്നം വരുന്നത്? ഒരു അറദ് അതിൻ്റെ തഹയ്യുദ് ഏതാണ്? അതിൻ്റെ മക്കാനിൻ്റെ തഹയ്യുദാണ്. ഇവിടെ അതിൻ്റെ മക്കാൻ ഏതാ? വേറൊരു അറദാണ്. അപ്പോൾ അറദിന് സാധാരണ തഹയ്യുദേ ഇല്ല, അതിൻ്റെ ദാത്തിനോട് തുടർന്നിട്ടല്ലാതെ കണ്ട്, മാറുദിനെ തുടർന്നിട്ടല്ലാതെ കണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള മുഹാലൊക്കെ ഇവിടെ വരുന്നുണ്ട്. വഹാദ, ഈ പറഞ്ഞത് മബനിയുൻ എടുക്കപ്പെട്ടതാണ്. ഏത്? ഈ രണ്ടാമത്തെ തെളിവ് അത് പിന്നെ തെറ്റാണെന്ന് ഉള്ളതിൻ്റെ മേൽ പറയാണ്. അല്ലാൻ്റെ ബക്കാ ഷെയ്യിൻ്റെ ബക്കാ മാനൻ സായിദുൻ അലാ വുജൂദിഹി, ഒരു വസ്തുവിൻ്റെ വുജൂദിനേക്കാൾ ഉപരിയായ ഒരു ആശയമാണ് ഒരു ഷെയ്യിൻ്റെ ബക്കാ എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ മേൽ എടുത്തിട്ടാണ്. എന്നാൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. ഒരു ഷെയ്യിൻ്റെ ദാത്തിനേക്കാളും ഉപരിയായ ഒരു വിഷയമല്ല ബക്കാവ് എന്ന് പറഞ്ഞാൽ, മറിച്ച് ആ ഒരു വസ്തുവിൻ്റെ വുജൂദ് തന്നെയാണ് അതിൻ്റെ ബക്കാവ്. വാന്നൽ ഖിയാമ മാനാഹു, നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ മാനാഹു അതിൻ്റെ അർത്ഥം അത്തബഇയ്യതു ഫി തഹയ്യുസി, തഹയ്യുസിൽ തുടരുക എന്നുള്ളതുമാണ്. എന്നാൽ വൽ ഹഖു, ഹക്കെന്താ? അന്നൽ ബക്കാ, ഒരു വസ്തുവിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഇസ്തിംറാറുൽ വുജൂദി, ആ വസ്തുവിൻ്റെ ഉണ്മയുടെ പിന്നെ വുജൂദിൻ്റെ തുടർച്ചയാണ്. വഅദമു സവാലിഹി, അത് നശിക്കാതിരിക്കലുമാണ് എന്നാണല്ലോ ബക്കായിൻ്റെ മാന. എന്നാൽ എന്ത് മനസ്സിലാക്കേണ്ട? ബക്കാ എന്ന് പറയുന്നത് അതിൻ്റെ ദാത്തിനേക്കാൾ ഉപരിയായ ഒരു മാനയാണ് എന്നൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹഖീഖത്തുഹു, അതിൻ്റെ ഹഖീഖത്താകുന്നത് ആ ബക്കായിൻ്റെ അൽ വുജൂദു വുജൂദ മിൻ ഹൈസു നിസ്ബത്തു ഇല സമാനി സാനി, രണ്ടാം സമാനിലേക്ക് ചേർത്തി നോക്കിയും കൊണ്ട് ഉണ്ടാവുക, രണ്ടാം സമാനിലേക്ക് നോക്കിയിട്ട് ഉണ്ടാകുക.
ഏത് ഒന്നാം സമാന് പോലെ തന്നെ രണ്ടാം സമാനിലേക്ക് നോക്കിയിട്ട് ഉണ്ടാകുക. ഒമാന കൗലിന ഉജിത വലം യബക്ക, മൗജൂദായി ബാക്കിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്നഹു ഹദസ, അത് ഉണ്ടായി ഹാദിസായി, ഫലം എസ്തമിറ വുജൂദു, അതിൻ്റെ വുജൂദ് നിലനിന്നിട്ടില്ല എന്നാണ് അർത്ഥം. വലമെക്കും സാബിത്തൻ ഫിൽ സമാനി സാനി, രണ്ടാം സമാനിൽ അത് സാബിത്തുമല്ല എന്നാണ് അതിൻ്റെ മാന. വഅന്നൽ ഖിയാമ ഹുവ ഇഖ്തിസാസുൻ നാഇതി ബിൽ മൻഊത്ത്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.